അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ തീരുമാനിച്ച ഈ സിലിണ്ടർ പിണറായിസത്തിന്റെ മൂട്ടിൽ ഞങ്ങൾ തീപിടിപ്പിക്കും, അതിവിടെ അവസാനിപ്പിക്കും. അതിന്റെ ചിഹ്നമായിട്ട് കേരളത്തിലെ ജനങ്ങൾ ഇത് ഏറ്റെടുക്കും. അത് വൈകാരികമായിട്ട് തന്നെ പറയാം. വളരെ ഇന്ന് ഈ രാജ്യം നേരിടുന്ന, പ്രത്യേകിച്ച് നമ്മുടെ അമ്മമാരും സഹോദരിമാരും നേരിടുന്ന ഏറ്റവും വലിയ വിഷയം ഗ്യാസ് സിലിണ്ടർ അവൈലബിൾ അല്ല എന്നതാണ്. അതിന്റെ വില ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വീട്ടുകാരികളുടെ ചിന്ത എന്ന് പറയുന്നത് ഗ്യാസും ഗ്യാസ് സിലിണ്ടറുമാണ്. ഗ്യാസ് സിലിണ്ടറാണ് ചിഹ്നമായിട്ട് അനുവദിച്ചിട്ടുള്ളത്. ഞാനിപ്പോ തന്നെ ഒരു കുറ്റിയായിട്ട് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. വഴിയിൽ നിന്ന് അത് തന്നെ കാറിന്റെ മുകളിൽ കയറിയിട്ട് ഇപ്പൊ തന്നെ പ്രചരണം തുടങ്ങാം. 4-5 അൻവർമാരാണല്ലോ അപരന്മാര്. ഒരു പേടി എനിക്കില്ല, 88,000 വോട്ടിൽ ഞാൻ ജയിക്കും, നിങ്ങൾ കണ്ടോളൂ നോക്കിക്കോളൂ എന്നൊക്കെ പറയുന്ന മന്ത്രി 4 അൻവർമാരെയാണ് അപരന്മാരെ നിർത്തിക്കുന്നത്. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഞങ്ങളൊരു 5 ഇലക്ഷൻ ഞങ്ങൾ പരിശോധിച്ചു. ഇതുപോലെ റിബലിനെ നിർത്തിയ ഒരു തെരഞ്ഞെടുപ്പ് നടന്നില്ല. എന്നിട്ട് പേടിച്ചോടി മൂട്ടിലൊളിച്ചിട്ട് പറയാണ് ഞങ്ങൾ 88,000 ജയിക്കും, 1 ലക്ഷത്തിന് ജയിക്കും അദ്ദേഹം പറയാണ്. എന്നിട്ട് 4 അപരന്മാരെ കൊടുത്ത് അതിന് ഇവിടെ കാവൽ നിർത്തിയിരിക്കുകയാണ്. ഇതാണ് സ്ഥിതി. ഇത് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കും. അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ തീരുമാനിച്ച ഈ സിലിണ്ടർ പിണറായിസത്തിന്റെ മൂട്ടിൽ ഞങ്ങൾ തീപിടിപ്പിക്കും, അതിവിടെ അവസാനിപ്പിക്കും. അതിന്റെ ചിഹ്നമായിട്ട് കേരളത്തിലെ ജനങ്ങൾ ഇത് ഏറ്റെടുക്കും. അത് വൈകാരികമായിട്ട് തന്നെ പറയാം. ഏത് റിയാസ്? ഒരാളെ കാണുന്നുണ്ട് അവിടെ. 4 അപരന്മാരെ പിൻവലിക്കാൻ 6 അപരന്മാരുണ്ടായിരുന്നു. 2 പേര് അന്ന് രാവിലെ പിന്മാറിയതാണ്. 6 പേരെയായിരുന്നു ഇവരെല്ലാം ശരിയാക്കി വെച്ചിരുന്നത്. എന്തോ നമ്മളൊരു ഭാഗ്യത്തിന് 2 ആൾ ഒഴിവായി. ബാക്കി 4 പേരതാ കൺഫേം ആയി കഴിഞ്ഞു. ഗ്യാസ് സിലിണ്ടർ നിലവിൽ കിട്ടാത്തൊരവസ്ഥയാണ്. നിലവിൽ അതിന് വോട്ട് കിട്ടാതിരിക്കുന്ന ഒരു അവസ്ഥ എന്തായാലും ഉണ്ടാവില്ല, ഒരിക്കലും ഉണ്ടാവില്ല. ഗ്യാസ് സിലിണ്ടർ കൊടുക്കാവുന്ന ഒരു സാഹചര്യം ഈ രാജ്യത്തുണ്ടാവും. ഇതില് കേന്ദ്ര ഗവൺമെന്റിന്റെ നിരുത്തരവാദിത്വം, ലോകത്തിന്റെ ഏതോ ഒരു ഭാഗത്ത് നടക്കുന്ന യുദ്ധത്തിന്റെ പേരിൽ ഇന്ത്യയിലെ ഈ പാവപ്പെട്ട അടുക്കളയിൽ കഷ്ടപ്പെടുന്ന ഈ സാധുക്കളായ അമ്മമാരെ കഷ്ടപ്പെടുന്ന നിലപാടാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചത്. അതിനെതിരെയുള്ള കേന്ദ്രത്തിനെതിരെയും കേരളത്തിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധം ഈ ചിഹ്നത്തിലൂടെ തന്നെ ഉണ്ടാകും.